നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ബാങ്കിങ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, പലരും പറയുന്നത് ലോൺ എടുക്കാനും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുമുള്ള ഒരു ടൂൾ എന്നാണ്. ശരിയാണ്, അങ്ങനെയായിരുന്നു ബാങ്കിങ് സെക്ടർ തുടങ്ങിയ സമയത്ത്. പക്ഷേ ഇന്ന് ഡാർവിൻ്റെ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് തിയറി പറഞ്ഞതുപോലെ എല്ലാ ബാങ്ക്സിനും സർവൈവ് ചെയ്യണമെങ്കിൽ കൂടുതൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ അവർ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ബാങ്കിൻ്റെ ഫങ്ഷൻ ലോണിലും ഡെപ്പോസിറ്റിലും ഒതുക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ബാങ്കിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അതൊരു സൂപ്പർ മാർക്കറ്റാണ്. ബാങ്ക് മീൻസ് ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ്. ഇറ്റ് ഓഫേഴ്സ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സർവീസസ് ആൻഡ് പ്രോഡക്ട്സ്. അപ്പോൾ അതേപോലെ ഇന്ന് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. ഒന്ന് പ്രൈമറി ഫങ്ഷൻ ആൻഡ് അതർ സെക്കൻഡറി ഫങ്ഷൻ. പ്രൈമറി ഫങ്ഷനിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോൺസ്, ഡെപ്പോസിറ്റ്സ്. പിന്നെ മൂന്നാമതൊരു സാധനം കൂടെ ഉണ്ട്, അഡ്വാൻസസ്. ലോൺ എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അഡ്വാൻസസ് എന്ന് മീൻ ചെയ്യുന്നത് ഷോർട്ട് ടേം ലോൺസ് ആണ്. അപ്പോൾ ഇത് മൂന്നും എന്തൊക്കെയാണെന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് സെക്കൻഡറി ഫങ്ഷൻസിലേക്ക് പോകാം. ഈ മൂന്ന് ഫങ്ഷൻസ് ഒഴിച്ച് ബാങ്ക് പ്രോഫിറ്റിന് വേണ്ടി കൊടുക്കുന്ന എല്ലാ സർവീസസിനെയും സെക്കൻഡറി ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ബാങ്ക് വഴി നമുക്ക് ഇൻഷുറൻസ് പോളിസീസ് അവൈൽ ചെയ്യാൻ പറ്റും. അതിനെ ബാങ്ക് ആഷുറൻസ് എന്ന് പറയും. ഒരു ബാങ്ക് തൻ്റെ ബ്രാഞ്ചസിലൂടെ ഇൻഷുറൻസ് പോളിസീസ് സെല് ചെയ്യുന്നതിനെ ബാങ്ക് ആഷുറൻസ് പോളിസീസ് എന്ന് പറയും. പിന്നീട് ബാങ്ക്സ് വഴി നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ. ഇവയൊന്നും മുമ്പ് ബാങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ബാങ്കിൻ്റെ ഫങ്ഷൻസ് ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല. പിന്നീട് ബാങ്ക്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻസിനും വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഇവയൊക്കെ. അതേപോലെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, UPI ട്രാൻസാക്ഷൻസ്, ഇവയെല്ലാം ബാങ്കിൻ്റെ സെക്കൻഡറി ഫങ്ഷൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ബാങ്കിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി ഫങ്ഷനാണ്, പല സമയത്തും ബാങ്ക് ഒരു ഏജൻസി ആക്ട് ചെയ്യാറുണ്ട്. അതെപ്പോഴാണെന്ന് പറഞ്ഞാൽ, ആദ്യം ബാങ്ക്സ് RBIയുടെ ഏജൻ്റായിട്ട് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ US പോകണം. US പോകുമ്പോഴത്തേക്ക് നമുക്ക് റുപ്പി കുറച്ച് ഡോളേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു RBI അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഓതറൈസ്ഡ് ഡീലറിൻ്റെ അടുത്ത് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ RBI ഓതറൈസ് ചെയ്തിട്ടുള്ള ഡീലേഴ്സ് പലതും പല ബാങ്ക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് RBIയുടെ ഓതറൈസ്ഡ് ഡോളർ എക്സ്ചേഞ്ച് പ്രൊവൈഡറാണ്. അപ്പോൾ നമുക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ SBIയിലേക്ക് പോയാൽ മതി. RBIയുടെ ഓതറൈസ്ഡ് ഡീലർ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ബാക്കി കറൻസീസ്. ഇവയെല്ലാം നമ്മളൊരു ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കറൻസി എക്സ്ചേഞ്ച് നടത്താൻ പറ്റും. അങ്ങനെ നടത്തുമ്പോൾ ബാങ്ക്സ് RBIയുടെ ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യും. അത് ഫസ്റ്റ് കേസ്. ഇനി ബാങ്ക്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏജൻസീസായിട്ട് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് സ്കീംസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലെ ബാങ്കിങ് റിഫോംസ് കൊണ്ടുവന്ന ഒരു മേജർ സ്കീമാണ് പ്രധാൻ മന്ത്രി ജൻധൻ യോജന. അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട്സ് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണത്. അപ്പോൾ ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ ബാങ്ക്സിൻ്റെയും കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാ ബാങ്ക്സിലും നമുക്ക് പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ട്സ് ഇൻക്ലൂഡിങ് എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നടത്തുമ്പോൾ ബാങ്ക്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊരു സെക്കൻഡറി ഫങ്ഷനാണ്. ബാങ്ക്സിൻ്റെ റവന്യൂ, അതേപോലെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാനും ബാങ്ക്സിൻ്റെ റീച്ച് കൂട്ടാനും ഒക്കെ
ബാങ്ക്സ് അഡോപ്റ്റ് ചെയ്യുന്ന പല മെഷേഴ്സാണ് ഇവയൊക്കെ. അതേപോലെ തന്നെ നമുക്ക് ഒരു ലോക്കർ ഫെസിലിറ്റി അവൈൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ലോക്കറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലോക്കർ ഫെസിലിറ്റി അല്ലെങ്കിൽ ലോക്കറിനകത്ത് നമ്മൾ എന്താണോ കീപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഹോൾ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. ഇൻ കേസ് ആ ബാങ്ക് ലൂട്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് അറിയില്ല നമ്മൾ ലോക്കറിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആ ലോക്കറിൽ നമ്മൾ വച്ചിട്ടുള്ള ഐറ്റംസ് അതെന്ത് തന്നെ ആയാലും അതിന് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു അഷുറൻസ് പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കിന് പറ്റില്ല. ബിക്കോസ് ബാങ്കിന് അറിയില്ല നമ്മൾ എന്താണ് സൂക്ഷിച്ചിരുന്നത്. അതാണ് ലോക്കർ ഫെസിലിറ്റിയുടെ ഉപയോഗം. നമ്മൾ എന്താണ് ലോക്കറിനുള്ളിൽ വയ്ക്കുന്നതെന്ന് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാങ്കിന് അത് എൻക്വയറി ചെയ്യാനുള്ള അവകാശവുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബാങ്കിൻ്റെ സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രൈമറി ഫങ്ഷൻസ് ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞത് ലോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സെക്യൂരിറ്റീസിൻ്റെ പുറത്ത് ബാങ്ക്സ് കസ്റ്റമേഴ്സിന് ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുന്നതാണ് ലോൺസ് യൂഷ്വലി ഹയർ പീരീഡ്സിനായിരിക്കും. അതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇതെല്ലാം കൂടെ ചേർത്ത് ഇൻട്രസ്റ്റും എമൗണ്ടും കൂടെ ഇനി ഡെപ്പോസിറ്റ്സിലേക്ക് വരാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാങ്ക്സിന് അസറ്റ്സും ഉണ്ട് ലയബിലിറ്റീസും ഉണ്ട്. ബാങ്ക് നമുക്ക് തരുന്ന ലോൺസാണ് അവരുടെ അസറ്റ്സ്. ആ ലോൺസിന് അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഇൻട്രസ്റ്റാണ് അവരുടെ ഏണിങ്സ്. അപ്പോൾ ലോൺസ് അവരുടെ അസറ്റ്സ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഇനി ഡെപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. ഒരു കസ്റ്റമർ ബാങ്കിൽ കൊണ്ട് അയാളുടെ ക്യാഷ് നിക്ഷേപിക്കുമ്പോൾ എപ്പോൾ അയാൾ തിരിച്ച് ചോദിച്ചാലും അത് റീപേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ബാങ്കിനുണ്ട്. അപ്പോൾ അതൊരിക്കലും ഒരു അസറ്റ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അത് ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് ബാങ്കിൻ്റെ അസറ്റ്സ്, ഡെപ്പോസിറ്റ്സ് ആണ് ബാങ്കിൻ്റെ ലയബിലിറ്റീസ്. ഇനി ഡെപ്പോസിറ്റ്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഒന്ന് ടൈം ഡെപ്പോസിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കസ്റ്റമർ എപ്പോൾ വന്ന് ആവശ്യപ്പെട്ടാലും ക്യാഷ് റിട്ടേൺ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ബാങ്കിനുള്ളത് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സിലാണ്. ഓക്കെ, ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ്. ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞിട്ട് കസ്റ്റമറിന് അത് റിട്ടേൺ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുന്നേ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി ഈടാക്കാനുള്ള റൈറ്റും ബാങ്കിനുണ്ട്. സേവിങ്സ് അക്കൗണ്ടിലേക്ക് വരാം. ഡിമാൻഡ് ഡെപ്പോസിറ്റിലെ ടൈപ്പാണ് സേവിങ്സ് അക്കൗണ്ട്. ഒരു കോമൺ മാനിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ടാണ് ഇത്. നമ്മളുടെ ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഈ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടായിരിക്കണം. 10 വയസ്സ് താഴെയുള്ളവർക്കും സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, പ്രൊവൈഡഡ് ആ അക്കൗണ്ടിൻ്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും അവരുടെ പാരൻസോ അല്ലെങ്കിൽ ഗാർഡിയൻസിനോ ആയിരിക്കും. ഓക്കെ, അതാണ് സേവിങ്സ് അക്കൗണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സേവിങ്സ് അക്കൗണ്ടിന് നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ബാക്കി സെക്കൻഡറി ഫങ്ഷൻസും അവൈൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ടൈപ്പാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റിലെ സെക്കൻഡ് ടൈപ്പാണ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് മെയിൻലി ബിസിനസ് മെന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടത്തില്ല, പക്ഷേ ഇതിൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇല്ല. സേവിങ്സ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ഡേ ഇന്ന നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ ആ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇല്ല. ബിസിനസ് മെൻ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു ഇൻഹിബിറ്റൻസും ഇല്ലാണ്ട് ക്യാഷ് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫേവറൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കറണ്ട് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ബാങ്ക്സ് എക്സ്ട്രാ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് സേവിങ്സ് അക്കൗണ്ടിനേക്കാളും എക്സ്ട്രാ സർവീസ് ചാർജസ് അവരിതിൽ ഈടാക്കുന്നുണ്ട്. എല്ലാ ഡെപ്പോസിറ്റ്സിലും ഡെപ്പോസിറ്റ് അക്കൗണ്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ബാങ്ക്സ് സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് മൊബൈലിൽ അലേർട്ട്സ് വരുന്നതും നമ്മളുടെ അക്കൗണ്ട് മെയിൻ്റനൻസിനും ഒക്കെ ആയിട്ട് ക്വാർട്ടർലി അവരൊരു എമൗണ്ട് ഈടാക്കുന്നുണ്ട്. കറണ്ട് അക്കൗണ്ടിൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് കൂടുതലായതുകൊണ്ട് ആ ചാർജസ് ഇച്ചിരി കൂടുതലാണ് കമ്പാരിറ്റീവ്ലി.
അപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 വയസ്സായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 ഇയേഴ്സ് ഏജ് ആയിരിക്കണം. 18 ഇയേഴ്സ് ആയില്ല, പക്ഷെ ബിസിനസ് മാനാണ് എന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഗാർഡിയൻസിൻ്റെ അതോറിറ്റി കൂടെ വേണം. സേവിങ്സ് അക്കൗണ്ടിന് RBI ഫിക്സ് ചെയ്തിട്ടുള്ള മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 3.5% ആണ്. അത് മിനിമം ഇൻട്രസ്റ്റ് ആണ്. ബാങ്കുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടേതായ താല്പര്യത്തിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യെസ് ബാങ്ക് ഒക്കെ സേവിങ്സ് അക്കൗണ്ടിന് 6.5% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് എത്ര തന്നെ ആയാലും റിസർവ് ബാങ്ക് പറയുന്നത് മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 3.5% ആണ്. അപ്പോൾ മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റിലേക്ക് വരാം. അപ്പോൾ ടൈം ബൗണ്ടറായിട്ടുള്ള ഡെപ്പോസിറ്റ്സിനെയാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് പീരീഡ്, മെച്യൂരിറ്റി പീരീഡ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ടൈം ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഒന്ന് റെക്കറിങ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുവാണ്. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പീരീഡാണ് മെച്യൂരിറ്റി പീരീഡ്. അപ്പോൾ ഈ മെച്യൂരിറ്റി പീരീഡ് കഴിയുന്നത് വരെ നമ്മൾ ഈ പോളിസി ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാതെ ഇരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റൂ. അൺഅറ്റൻഡറായിട്ട് ഇട്ടേക്കണം ഫിക്സഡ് ടൈം പീരീഡ് കഴിയുന്നത് വരെ. ഓക്കെ, അപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി അത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടത്തില്ല. ഇനി അങ്ങനെ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ മിനിമം 1 വീക്ക് ടൈം പീരീഡ് കഴിഞ്ഞിട്ടേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റുന്ന മിനിമം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 7 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്കാണ്. അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ടൈം പീരീഡും ഉണ്ട്. ഒരു ബാങ്കിലൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ മാക്സിമം 10 ഇയേഴ്സ് വരെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോളിസി ബ്രേക്കായി അതിൻ്റെ ബെനിഫിറ്റ്സ് അവൈലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് അടുത്ത ഒരു ഡെപ്പോസിറ്റ് ഇടാം. പക്ഷേ ഒറ്റ ഡെപ്പോസിറ്റിൽ നമുക്ക് മാക്സിമം 10 ഇയേഴ്സ് ഇടാൻ പറ്റുള്ളൂ. മിനിമം ടൈം 7 ഡേയ്സ് ആണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് സാധാരണ ആളുകൾ ഇടുന്നത് ബാക്കി സേവിങ്സ് അക്കൗണ്ടിനേക്കാളും ഒക്കെ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് റിക്കറിങ് ഡെപ്പോസിറ്റ്. നമുക്ക് സേവിങ്സ് അക്കൗണ്ടിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടണം, പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുന്നത് പോലെ അറ്റ് എ ടൈം ഒരു വലിയ എമൗണ്ട് എടുക്കാനില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റിക്കറിങ് ഡെപ്പോസിറ്റ്. നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം പീരീഡിൻ്റെ ഇടയ്ക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് പ്രീമിയം പോലെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് അക്യൂമുലേറ്റ് ആയിട്ട് ഒരു മെച്യൂരിറ്റി പീരീഡ് എത്തുമ്പോൾ ഒരു ലാർജ് എമൗണ്ട് ആവും. അപ്പോൾ ഈ ലാർജ് എമൗണ്ടിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അതാണ് റിക്കറിങ് ഡെപ്പോസിറ്റ്. അറ്റ് എ ടൈം ഹ്യൂജ് എമൗണ്ട് എടുക്കാനില്ലാത്തവർക്ക് ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ഒരു എമൗണ്ട് പേ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഇത് അക്യൂമുലേറ്റ് ആയിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റുന്ന മിനിമം ടൈം 7 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്കാണെന്ന് പറഞ്ഞു. റിക്കറിങ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ മിനിമം 6 മന്ത്സ് കഴിഞ്ഞിട്ടേ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് മിനിമം ടൈം പീരീഡ് ഫോർ റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 6 മന്ത്സ് ആണ്. മാക്സിമം ടൈം പീരീഡ് ഫിക്സഡ് ഡെപ്പോസിറ്റിനായാലും റിക്കറിങ് ഡെപ്പോസിറ്റിനായാലും സെയിം ആണ്. 10 ഇയേഴ്സ് ആണ് മാക്സിമം ടൈം. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് അഡ്വാൻസസിലേക്ക് പോകാം. അപ്പോൾ അഡ്വാൻസസ് ഞാൻ പറഞ്ഞു ഷോർട്ട് ടേം ലോൺസ് ആണ്. ലോൺ എന്ന് പറയുന്ന സാധനം ഹയർ പീരീഡ്സിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ അഡ്വാൻസസ് ഷോർട്ട് ടേം ലോൺസ് ആണ്. ആൻഡ് ഇത് 3 കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ക്യാഷ് ക്രെഡിറ്റ്. ഈ അഡ്വാൻസസിൽ പറയുന്ന കാറ്റഗറീസ് എല്ലാം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനെയാണ് അല്ലെങ്കിൽ ബിസിനസ്മെന്നെയാണ്. മീൻസ് ഷോർട്ട് ടൈം പീരീഡ്സിൽ ക്യാഷ് ആവശ്യം വരുന്നത് അവർക്കാണ്, റീപേ ചെയ്യാൻ സാധിക്കുന്നതും അവർക്കാണ്. അതുകൊണ്ട് അഡ്വാൻസസ് മെയിൻലി കറണ്ട് അക്കൗണ്ട് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ആദ്യത്തേത് ക്യാഷ് ക്രെഡിറ്റ്.
ക്യാഷ് ക്രെഡിറ്റും ലോണും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ലോൺ എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുവാണ്. പക്ഷേ എനിക്ക് അതിൽ നിന്ന് 8 ലക്ഷം രൂപ മാത്രമേ ആവശ്യം വന്നുള്ളൂ എങ്കിൽ പോലും ഞാൻ 10 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ഒരു ബിസിനസ് മാൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ട്രാൻസാക്ഷൻസ് ഒരുപാട് ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ 10 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ടാസ്ക് എന്തിനാണോ എടുത്തത് ആ ടാസ്ക് 8 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് ഞാൻ വെറുതെ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ക്രെഡിറ്റ് എന്നുള്ള സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് ക്രെഡിറ്റിന് അപ്ലൈ ചെയ്ത് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ, സാങ്ഷൻ ആയിക്കഴിഞ്ഞാൽ, ആ 10 ലക്ഷം രൂപയും മറ്റൊരു അക്കൗണ്ടിലേക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എത്ര ക്യാഷ് വിഡ്രോ ചെയ്യുന്നോ ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് മാത്രം നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി. അപ്പോൾ ലോണും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ലോണിന് നമ്മൾ എത്ര എമൗണ്ട് ലോൺ എടുക്കുന്നോ അതിന് ഫുൾ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ക്യാഷ് ക്രെഡിറ്റിൽ നമ്മൾ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യുന്നോ ആ എമൗണ്ടിന് മാത്രം ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ബിസിനസ്മാന് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന അക്കൗണ്ടായിട്ട് ഇത് മാറിയത്. ഇനി എത്ര എമൗണ്ട് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളത് ബാങ്കിന് ഡിസൈഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ആ ബിസിനസ്മാൻ്റെ പ്രീവിയസ് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷി, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ക്യാഷ് ക്രെഡിറ്റിൻ്റെ ലിമിറ്റ് ബാങ്ക് ഫിക്സ് ചെയ്യുന്നത്. ഇത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും, ഫിക്സ്ഡ് അല്ല. ഇനി എക്സെപ്ഷൻസ് ഉണ്ട്. ബിസിനസ്മെന് മാത്രമല്ല, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമായ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സാധനവും ക്യാഷ് ക്രെഡിറ്റാണ്. അതിനകത്തും ഫാമേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ക്യാഷ് ക്രെഡിറ്റായിട്ട് കൊടുക്കാനുള്ള സ്കീമാണ്. അവർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് മാത്രം അവർ ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി. പിന്നെ ഇതിൽ നിന്നുള്ള ക്രൈറ്റീരിയ അവരുടെ ലാൻഡിൻ്റെ ഫെർട്ടിലിറ്റി, ഏരിയ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. 1998 ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഞാൻ പറഞ്ഞത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് മാത്രമാണ് അഡ്വാൻസസ് കൊടുക്കുന്നത്. അതിലൊരു എക്സെപ്ഷനാണ് ഈ പറഞ്ഞ കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, അപ്പോൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് മാത്രം ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി. ഇനി സെക്കൻഡ് കാറ്റഗറി ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതും കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ള ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ടൈം പീരീഡിനുള്ളിൽ അത് നമ്മൾ റീപേ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ലോൺസിൻ്റെ പല ടൈപ്പാണ്, ഷോർട്ട് ടൈം ഡ്യൂറേഷനിലുള്ളതാണ് എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ബിസിനസ് മാനാണ്, നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ 50,000 ഉള്ളൂ, പക്ഷേ നമുക്ക് 75,000 ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം, നമ്മളുടെ പ്രീവിയസ് ട്രാൻസാക്ഷൻസും നമ്മളുടെ ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ചിട്ട് മാത്രമാണ് ഓവർ ഡ്രാഫ്റ്റിൻ്റെ ലിമിറ്റ് ബാങ്ക്സ് ഡിസൈഡ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 50,000 ബാലൻസ് ഉണ്ട്, നമുക്ക് 75,000 ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രാഫ്റ്റായിട്ട് ആ 25,000 തന്നെ കിട്ടണം എന്നൊരു നിർബന്ധമില്ല. എത്ര തരണം എന്ന് ബാങ്കിന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അത് നമ്മളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും നമ്മളുടെ പ്രീവിയസ് ഹിസ്റ്ററിയും ഒക്കെ ബേസ് ചെയ്തിട്ട് അവർ ഡിസ്ക്രിപ്ഷൻ പോലെ ഇരിക്കും. ഓക്കെ, ഇതും കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് മെയിൻലി യൂസ് ആവുന്നത്. ബിക്കോസ് അവരാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഇതിനും എക്സെപ്ഷൻസ് ഉണ്ട്. പ്രധാൻ മന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ടിനകത്ത് നമുക്ക് മാക്സിമം 10,000 റുപ്പീസ് വരെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സെപ്ഷനാണ്. നേരത്തെ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ കേസ് പറഞ്ഞതുപോലെ ഇതൊരു എക്സെപ്ഷനാണ്. ഇനി ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. നേരത്തെ പറഞ്ഞ ക്യാഷ് ക്രെഡിറ്റും ഓവർറ്റും സ്മോൾ ലെവൽ ബിസിനസ് മാൻ ആണെങ്കിൽ പോലും നമുക്ക് അത് അപ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ബിസിനസ് ഓർഗനൈസേഷൻസിന് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, 2 കമ്പനീസ്, ഒന്ന് മഹീന്ദ്ര, ഒന്ന് ഫോർഡ്. ഈ മഹീന്ദ്ര
ഫോർഡിന് 100 കോടി രൂപയ്ക്ക് ടയേഴ്സ് സെയിൽ ചെയ്യുവാണ്. എന്നിട്ട് മഹീന്ദ്ര ഫോർഡിന് ബില്ലും കൊടുക്കുന്നു. ഈ ബില്ലിനകത്ത് 1 മന്ത് ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്. ഈ 1 മന്ത് കഴിഞ്ഞിട്ട് ബില്ല് പേ ചെയ്താൽ മതി ഫോർഡ് മഹീന്ദ്രയ്ക്ക്. പക്ഷേ ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലേ, പെട്ടെന്ന് ക്യാഷിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ മഹീന്ദ്ര എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ ബാങ്കിലേക്ക് പോയി ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. ലോൺ എടുക്കാൻ ബാങ്കിൽ പോയപ്പോൾ ബാങ്ക് സെക്യൂരിറ്റി ഡിമാൻഡ് ചെയ്തു. സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കത്തില്ല. മഹീന്ദ്രയ്ക്ക് 100 കോടി ലോൺ വേണം, പക്ഷേ സെക്യൂരിറ്റി ഇല്ലാതെ ബാങ്ക് ലോൺ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മഹീന്ദ്ര എന്ത് ചെയ്തു, ഈ ഫോർഡിന് കൊടുത്ത ബില്ല് പ്രസൻറ്റ് ചെയ്തു. ആ ബില്ലിലും 100 ക്രോറാണ്. മഹീന്ദ്രയ്ക്ക് വേണ്ടതും 100 ക്രോറാണ്. ഒറ്റ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയ്ക്ക് ഇപ്പോൾ കാശ് വേണം. 1 മാസം വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഫോർഡ് തന്നേനെ. അത്രയും നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ബാങ്കിൽ പോയത്. അപ്പോൾ ആ ബില്ല് കൊടുത്തിട്ട് മഹീന്ദ്ര ലോൺ മേടിച്ചു. അപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ലോൺ കൊടുക്കില്ലല്ലോ. ഫോർ എക്സാമ്പിൾ 10% ആണ് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചോ. അപ്പോൾ ആ 10% കഴിച്ചുള്ള എമൗണ്ട് മാത്രമേ മഹീന്ദ്രയ്ക്ക് കൊടുക്കുകയുള്ളൂ. അതായത് 100 കോടിയുടെ 10% 10 കോടി. ഈ 10 കോടി ആദ്യമേ കുറയ്ക്കും. ബാങ്ക് 90 കോടി മാത്രം മഹീന്ദ്രയ്ക്ക് കൊടുത്തിട്ട് 1 മാസം കഴിയുമ്പോൾ ആ ബില്ലുമായിട്ട് ഫോർഡിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അവിടുന്ന് 100 കോടി മേടിക്കും. അപ്പോൾ ബാങ്കിൻ്റെ ആവശ്യം നടന്നു. 10 കോടി പ്രോഫിറ്റ് ബാങ്കിന് കിട്ടി. മഹീന്ദ്രയ്ക്ക് അവിടെ ഒരു 10 കോടി ലോസ് ഉണ്ട്. അപ്പോൾ ബാങ്ക്സ് കമ്പനീസിന് ബിൽസിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് അവരെ സഹായിക്കുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസാണ്. ഇത് ഞാൻ പറഞ്ഞു ലാർജ് സ്കെയിൽ ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ സംഭവം ഉള്ളത്. സാധാരണ ബിസിനസ് ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാങ്കിങ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കൂടുതൽ വീഡിയോസായിട്ട്